ഏരിയ പോന്നേ പൂരം കാണാൻ ഏരിയ പോന്നേ തത്തേരിയ ചൂലിയിലല്ലേ ആ എല്ലാവർക്കും ടാറ്റ വടാ അമ്മാരെ കിട്ടിയില്ല അമ്മാരെ നടക്കണം ഏരിയ പോന്നേ പൂരം കാണാൻ ഏരിയ പോന്നേ തത്തേരിയ ചൂലിയിലല്ലേ ആ എല്ലാവർക്കും ടാറ്റ വടാ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ റിക്കൂട്ടനും പൂരം കാണാൻ പോകാമെന്ന് കേട്ടാ. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിന്നേണ്ട നാട്ടിലേക്കാണ്. ഞാൻ ഒരു മാസം അവിടെ നിന്നേണ്ട വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ ആകുന്നേ ഉള്ളൂ. അപ്പം പൂരം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ടാണ് ഞാനും റിക്കൂട്ടനും തനിച്ച് നിന്നേണ്ട നാട്ടിലേക്ക് പോകുന്നത്. അല്ലേ എപ്പോൾ അച്ഛനും അമ്മയും നമ്മളെ കൂട്ടാൻ വരുത്താന്ന് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് ദിവസം നിൽക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറേ കിട്ടും കാര്യങ്ങളൊന്നുമില്ല. റിക്കൂട്ടിൻ്റെ കുറച്ച് ഡ്രസ്സും എൻ്റെ പിന്നെ ഓൾറെഡി ഡ്രസ്സ് ഇവിടെ നിന്നുണ്ട് വീട്ടിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇത് മാത്രമുള്ളതുകൊണ്ട് ഒരു ബാഗും ഒരു സൈഡ് സ്ലിംഗ് ബാഗും അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നല്ല സുഖമായിട്ട് പോകാമല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് നമ്മളിതാ രാവിലെ ഇപ്പോൾ ഒരു 7:45 ആ സമയമാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8 മണിക്കാണ് ട്രെയിൻ കിട്ടുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിട്ടില്ല. പക്ഷേ ട്രെയിന് ലേറ്റ് ആയിരുന്നു കേട്ടോ. 8:20 അതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റി. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ഒരു 150 രൂപേൻ്റെ ദൂരം കേട്ടോ. പിന്നെ അവിടുന്ന് അതിപ്പം മെമു ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട് രാവിലത്തെ. അപ്പോൾ അതിന് 10 രൂപയേ വേണ്ടുള്ളൂ. അങ്ങനെ അതിന് കയറിയത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിക്കൂട്ടിനൊരു ധാരണയില്ല ചുള്ളിയിലേക്കാണ് പോകുന്നത്. കാരണം എപ്പോൾ അച്ഛൻ കൂട്ടാൻ വരുന്നതുകൊണ്ട് ഓനോട് പറഞ്ഞപ്പോൾ തന്നെ ഓൻ പറഞ്ഞത് അച്ചാച്ചൻ വന്നിനോ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാമെന്നാണ് റിക്ക് പറയുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ മലപ്പുറത്തുള്ള റിക്കൂട്ടിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അതിന് ട്രെയിനിൽ. അതുകൊണ്ട് ഓൻ അറിയാം ഇപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ട്രെയിൻ വരിക എന്നുള്ളത്. അപ്പം ആ ഒരു വിളിച്ച് പറയൽ കഴിഞ്ഞതിന് ശേഷമാണ് റിക്കൂട്ടൻ പോന്നാന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പം പിന്നെ ആൾ ഉഷാറായി. പിന്നെ ഞാൻ ഇതിപ്പം വീഡിയോ എടുക്കുന്നത് എന്താ പറയേണ്ടത്, നമ്മൾ ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കണ്ണൂർ സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് വേണം തളിപ്പറമ്പ് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പക്ഷീൻ്റെ സൗണ്ട് ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഓട്ടോയിൽ നമ്മൾ പോവാന്നേ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ വള്ളിയപ്പം മുട്ടക്കറിയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം റിക്കൂണിന് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തളിപ്പറമ്പിൽ അച്ഛനും അമ്മയും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ണൂർ എത്തിയപ്പോൾ തന്നെ അവർ തളിപ്പറമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി നേരെ പോവാന്നേ. അപ്പോൾ റിക്കൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവനെക്കൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കടയിൽ പോയിട്ട് സാധനം അത് വേണമെന്ന് പറയാലോ അങ്ങനെ ഒന്നുമില്ല. അടങ്ങി ഇങ്ങനെ ഇരുന്നോളും. അതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇവിടുന്ന് ഒരു 28 രൂപേൻ്റെ ദൂരമാണ് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്കുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തളിപ്പറമ്പിൽ നിന്ന് നിന്നേണ്ട നാട്ടിലേക്ക് ചുള്ളിയിലേക്ക് ബസ്സുണ്ട്. പക്ഷേ എങ്കിൽ സമയത്തിനാണ് ഉണ്ടാവുകയും ചെയ്യുക. പിന്നെ ഒരു ഭയങ്കര വളഞ്ഞ് പോകേണ്ടതാണ്. അപ്പം ഭയങ്കര സ്ലോ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര മടുപ്പും ക്ഷീണമെല്ലായിരിക്കും. അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ തളിപ്പറമ്പിൽ വരാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇഷുവിന് മാങ്ങയെല്ലാം വാങ്ങി. ഇറക്കൂട്ടം പിന്നെ മാങ്ങയൊന്നും അങ്ങനെ തിന്നൂല കേട്ടോ. അപ്പം പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അതിന് കുറുമാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എൻ്റെ മുഖന്ത ഇങ്ങനെ ഞാനിപ്പാട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പം എല്ലാത്തിനും ഒരു റേറ്റ് കൂടുതൽ പോലെ. അപ്പം അമ്മ പറഞ്ഞ് നാട്ടിലിനും വില കുറവാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചെന്നാൽ അങ്ങനെ അവിടെ നിന്ന് വാങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിരുന്നു. അച്ഛൻ പേരക്ക വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും റിക്കോണ്ടിപ്പം പേരക്ക തിന്നും. അങ്ങനെ അതുകൊണ്ട് പേരക്കായും പിന്നെ മീനെല്ലാം വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഇതാ റിക്കൂട്ടനും ഞാനെല്ലാം ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അച്ഛനമ്മയും ഫ്രണ്ടുണ്ട്. റിക്കും എല്ലാം പുറകിലേക്ക് എൻ്റെ അടുത്തേക്ക് പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് വിശക്കുന്നതെന്ന് പറഞ്ഞേരം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പാക്ക് ബിസ്ക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും ബാഗ് എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിക്കുവാണ് കേട്ടോ റിക്കൂട്ടൻ. അപ്പോഴേക്ക് പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ
ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം പൂരം കാണാണ്ടിട്ട് പോവാന്ന്. അപ്പോൾ ഇതാണ് പൂരം നടക്കുന്ന സ്ഥലം കേട്ടോ. ചുഴലി ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളിക്കുന്ന സംഭവം കണ്ടാൽ അച്ഛൻ വണ്ടി സൈഡാക്കിയിട്ട് റിക്കൂണിനെ കാണിച്ചു കൊടുക്കുമായിരുന്നേ. റിക്കൂണിന് ആ കുഞ്ഞു ജീപ്പിൽ കയറാമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പം ഇറങ്ങിയിട്ട് വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു പിന്നെ വെയിലല്ലേ, എന്തായാലും വൈകുന്നേരം വരുമല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇപ്പം കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങിയിട്ട് വെറുതെ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ പോകുവാന്ന്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം. രാത്രിയാണ് നല്ല രസമുള്ളത്. അപ്പോൾ ഇത് ചാൽവയൽ നിന്നെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അത് നമ്മൾ പിന്നെ സാധനം വാങ്ങാൻ തന്നെ. അപ്പോൾ അച്ഛനും അമ്മയും റിക്കൂണിനും സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ വണ്ടിയിൽ തന്നെ ഇരുന്ന്. അപ്പം പൊതുവേ സാധനം വാങ്ങാൻ പോയാൽ വേഗം വരുത്തുള്ളതാണ്. അപ്പോൾ ഇന്ന് നോക്കുന്നേരം അവർ വരുന്നതേ കാണുന്നില്ല. എനിക്കാണെങ്കിൽ വണ്ടിയിൽ ചെയ്തിട്ട് മടുത്ത് പോയി കേട്ടോ. എൻ്റെ കോലം കാണുന്നില്ല. ആടെ എത്തുമ്പോഴേക്കും മുടിയെല്ലാം പറന്ന ഒരു രൂപത്തിലായിന്. പിന്നെ വേർപ്പ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ എനിക്കങ്ങനെ വേർക്കാത്തതാണ്. പക്ഷേ ആ വണ്ടീൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊരു ചൂടായിട്ട് നോക്കുമ്പോൾ വേർത്ത് കുളിച്ചൊരു വിധായിന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാരെയോ കണ്ടിട്ട് വർത്തമാനം പറയുന്നുണ്ട്. എനിക്കിവിടെ അങ്ങനെ എല്ലാവരും ഒന്നും ഭയങ്കരമായിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ പാടെ പിന്നെ ഖത്തറിലേക്ക് വേഗം പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും കണ്ടാൽ ചിരിക്കുമെന്നല്ലാണ്ട് ചിലരൊന്നും പേര് പോലും എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ. അങ്ങനെ പിന്നെ റിക്കൂട്ടൻ വന്നിട്ടുണ്ട്. റിക്കൂട്ടൻ പിന്നെ ഈ ചുഴലി നാട്ടിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുപ്പിച്ചിട്ട് എത്തുമ്പോഴേക്കും പിന്നെ ഫുള്ള് ആക്റ്റീവാണ് കേട്ടോ. അച്ചാച്ചാ നമ്മളിവിടെ പോയതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെല്ലോ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവൻ അച്ഛൻ്റെ ഒന്നിച്ച് പണിക്ക് പോകുന്ന സമയത്ത് പോകലുണ്ട് കൂടെ ഗുഡ്സിൽ. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ റബ്ബർ തോട്ടം കൂടി കണ്ടതേ മൂപ്പർക്ക് സമാധാനമായ പോലെയാണ് കേട്ടോ. ആ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ഇത്ര നേരം ഇങ്ങനെ പതുങ്ങി നിന്ന കുട്ടിയാണ് ഇപ്പം പുലിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതാ വീടെത്താനായിട്ടുണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇഷ്യൂ ഉണ്ടായിന് അവിടെ. പിന്നെ ഏട്ടനെയും കൂടി കണ്ട റിക്കൂട്ടൻ അടിപൊളിയായി. പിന്നെ ഞാൻ വേഗം റൂമിൽ കയറി നിന്നുകൊണ്ട് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് കുളിച്ചേക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇങ്ങനെ വണ്ടിയിൽ വന്ന് എത്തുമ്പോഴേക്ക് എന്തോ ഒരു പോലെയായി കേട്ടോ. അപ്പം പിന്നെ വേഗം തലയെല്ലാം കുളിച്ചു. അപ്പോഴേക്ക് നിമിഷേച്ചി ഇതാ ചിക്കൻ കറി ആക്കുന്നുണ്ട്. പിന്നെ അമ്മ എന്തല്ലോ പണിയിലാണ്. ഞാൻ പിന്നെ പേരക്ക മുറിച്ച് കഴിക്കുവാന്ന് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, റിക്കൂട്ടൻ ഇതിൻ്റെ നടു ഇങ്ങനെ കടിച്ചു തിന്നും, അതിൻ്റെ ബാക്ക് ഞാനും തിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നത് കേട്ടോ. കണ്ട അതുപോലെ ഒന്നട വെക്കും, ഞാനതെടുത്ത് തിന്നും. അതാണ് എൻ്റെ പരിപാടി. ഇഷു പിന്നെ ഒരു മാങ്ങയെല്ലാം തിന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്നിട്ട് എന്തെല്ലോ കഴിഞ്ഞ കഥയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ നടുക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് നിങ്ങളുടെ അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മേൻ്റെ തലേന്ന് ഞാൻ എടുത്തിട്ടില്ലേ വീഡിയോയിൽ, ഇടയ്ക്കെങ്കിലും കാണാം കേട്ടോ. ഇത് നിങ്ങളുടെ അച്ചാച്ചനാണ്. അങ്ങനെ നമ്മളെ ഇഷുവും റിക്കൂട്ടനും കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ പേരൊക്കെ വന്നിട്ട് ഇത് ഇത്രയും റിക്കൂട്ടം കടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാനിങ്ങനെ തിന്നു. അങ്ങനെ പിന്നെ രണ്ടാളും കളിക്കുന്നിടത്ത് ഞാനും അങ്ങോട്ടേക്ക് പോയി. രണ്ടാളും ഒറ്റക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല, എപ്പോൾ അടി പൊട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര കുരുത്തക്കേടൊന്നുമില്ല. നമ്മളിങ്ങനെ എന്തായാലും ആരെങ്കിലും ഒരാൾ ഇവരൊന്നിച്ചിട്ടുണ്ടാവും കേട്ടോ. റിക്കൂട്ടൻ ഓൾറെഡി ഒരു കറക്കം നല്ല സന്തോഷത്തിൽ കറങ്ങി, രണ്ടാമത് ഇതാ കറങ്ങുവാന്ന് കേട്ടോ. പിന്നെ അധികം കറങ്ങുമ്പോൾ മൂപ്പർക്കൊരു തലവേദന വരും. എൻ്റെ ചുമ അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ റിക്കൂട്ടിനെ കറങ്ങി മതിയായിട്ടുണ്ട്. അപ്പോൾ ഇഷു രണ്ടാമതും കറക്കുമ്പോൾ ഓനത് വലിയ പിടിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഓൻ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ വേഗം പോയിട്ട് ഓനെ അതിൻ്റെ അകത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഇറക്കി കൊടുത്തു കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. റിക്കൂട്ടിന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ സൊള്ള് പറയുന്നുണ്ട്. എന്താ അത് കയ്യിൽ, അതെൻ്റെ ഗുളിക, എനിക്ക് ഗുളിക കുടിക്കാനുണ്ടായിരുന്നു. അപ്പം
അങ്ങ് വീട്ടിൽ നിന്ന് എപ്പോൾ ഇവൻ എനിക്ക് എടുത്ത് കൊണ്ടുത്തരും. അമ്മ പറയും റിക്കൂട്ടിനോട് എടുത്ത് കൊടുക്കുക, നമുക്ക് ഗുളിക കൊടുക്കുക എന്ന് പറയുമ്പോൾ വേഗം എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് കൊണ്ടുത്തരുവാണ്. Bees on the bus go. ഗുളിക താമക്ക് നീ രണ്ടെണ്ണം കൂടി നമുക്കല്ല രണ്ടെണ്ണം കൂടി ഒന്നും കൂടി ഒന്നും കൂടി ഇനി ഒന്നും കൂടി വേണം. അപ്പോൾ ഇത് ഇഷു ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മയും റിക്കും ഇഷുവും കൂടി മുകളിൽ കളിക്കാൻ പോയി. അങ്ങനെ അവരെ പിന്നെ അവിടെ നിമിഷിച്ചേർന്ന് പഠിക്കുന്നേരം അവിടെ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ആദ്യം ഞാനും അമ്മയും വന്നിട്ട് താഴേന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും അമ്മ മറ്റേ നമ്മളെ ഇതിൽ കൂട്ടുകറി അതും ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കറി കറിയും കേട്ടോ. പിന്നെ നിമിഷേച്ചി ഇഷുവിനും നമ്മളെ റിക്കുവിനും ചോറ് കൊടുക്കുന്നുണ്ട്. റിക്കു ഞാൻ ചോറ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നിമിഷേച്ചി ഇഷാനും കൊടുക്കുമ്പോൾ കൊടുത്താലും കഴിക്കും കേട്ടോ. ഇന്ന് പക്ഷെ അവൻ അങ്ങനെ വലിയ വേണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചോറ് കഴിക്കൽ കുറവാണ്. അങ്ങനെ പിന്നെ അച്ഛൻ കഴിക്കുമ്പോൾ അച്ഛൻ്റെ കൂടി പോകുമ്പോൾ തിന്നിട്ട് ഇതുപോലെ വാരുത്തുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ് നമ്മളെ നോട്ടീസ് കേട്ടോ. അപ്പം ഇന്നവിടെ നാടകമാണുള്ളത്. നാടകം എന്തായാലും എനിക്കിഷ്ടമൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ടുണ്ട്. വെറുതെ ഒന്ന് കറങ്ങിയടിച്ച് റിക്കൂടിന് ആ വണ്ടിയിലെല്ലാം കയറ്റിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ലാസ്റ്റ് വരെ കാണുക കേട്ടോ. നമ്മൾ പൂരം കാണാൻ പോയ വീഡിയോ ഉണ്ട്, വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ പരിപാടി. ഓക്കെ, അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴൊക്കെ ഉണ്ട് നല്ല മഴ പെയ്യുന്നു. മഴ എന്നെല്ലാം പറഞ്ഞാൽ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിണുങ്ങി കുറേ സമയം പെയ്യൂലേ, അതുപോലെയാണ് പെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് മഴ പെയ്താൽ കാണാൻ വേണ്ടിയിട്ട്. മൊത്തം റബ്ബറും ഇതെല്ലാം പച്ചപ്പെല്ലാം ആയതുകൊണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ വരുമ്പോൾ എന്തായിരുന്നു കൊണ്ടുവന്നത്, എള്ളുണ്ടയില്ലേ അത് കൊണ്ടുവന്നേന്. അപ്പം അതിങ്ങനെ ഇരുന്നിട്ട് കഴിക്കുവാന്ന് കേട്ടോ. അപ്പോഴേക്ക് നിമിഷേച്ചി മുട്ടയും ബ്രെഡെല്ലാം ആക്കിയിട്ട് വന്നിട്ടുണ്ടായിന്. എനിക്കിപ്പോൾ മുട്ടൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഴിക്കലില്ല. അപ്പോൾ റിക്കൂട്ടൻ ചായയെല്ലാം തണിച്ചിട്ട് കുടിക്കുന്നുണ്ട്. ബ്രെഡിൻ്റെയും മുട്ടേൻ്റെ ഒരു ഇത്തിരി തിന്നിട്ട് പിന്നെ അവിടെ വെച്ച് കേട്ടോ. ഇതുപോലെ ഇടക്കിടക്ക് എന്തെല്ലോ കുറച്ച് തിന്നും. അതാണ് റിക്കൂട്ടൻ്റെ പരിപാടി. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാന്ന്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാനും അച്ഛനും അമ്മയും റിക്കും മാത്രം ഉണ്ടാക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അയൽവാസികളെല്ലാം കണ്ടാലായി. ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു രസമാണ്. പിന്നെ ഇതാ അപ്പം റിക്കു ആണെങ്കിൽ ശോഭമ്മേൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ, അതായത് ശരത്താൻ്റെ വീട്ടിലേക്ക്. ആടെ ഈശാൻ്റെ കുറേ വണ്ടിയെല്ലാം ഉണ്ട്. അപ്പോൾ റിക്കുവിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരത്തേട്ടൻ വന്നേരം മുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പോകണമെന്ന്. പക്ഷേ മഴയായതുകൊണ്ട് പിന്നെ അവരവിടെ തന്നെ നിന്ന്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മെറ്റീരിയലിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കുകയെല്ലാം ചെയ്തു. പിന്നെ മഴ ഒന്ന് നിന്നപ്പം റിക്കൂട്ടനും ശരത്തേട്ടനും ഇഷുവും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ശരത്തേട്ടൻ പോയ സമയത്ത് അവരവിടുന്ന് കളിക്കുന്നതും തിന്നുന്നതും എല്ലാം ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിന്. റിക്കു അവിടെ ചെന്നാൽ നല്ല ആക്റ്റീവാണ്. പിന്നെ അവിടെ ശരത്തേട്ടൻ്റെ ഏട്ടൻ്റെ മോളും കൂടി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രീ ബുക്കിംഗ് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നമ്മളെ യൂട്യൂബിൻ്റെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫോട്ടോസ് നോക്കിയിട്ട് ഓർഡർ തരിക കേട്ടോ. നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 5 പീസിൻ്റെ ഒരു ചെറിയൊരു ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ അച്ഛൻ ഇപ്പം കൂണിൻ്റെ ഇപ്പം അച്ഛൻ പണ്ടുണ്ടായിരുന്ന നിന്നെണ്ണം പറയലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്തൊന്ന് ചെയ്തപ്പോൾ അത് പിന്നെ ശരിയായിട്ടില്ല. എന്നിട്ട് ഇപ്പം പുതിയതും കൂടി വെച്ചിട്ടുണ്ട്. ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വേഗം അഡ്രസ്സ് എഴുതാനുള്ള ബുക്കൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിമിഷേച്ചിനോടൊരു പേപ്പറും പെന്നെല്ലാം ആയിട്ട് അഡ്രസ്സെല്ലാം എഴുതി വെക്കുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റും ചായയല്ല വെള്ളം കുടിച്ചേട്ടാ. അങ്ങനെ പിന്നെ അച്ചാച്ചന് വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ശരത്തേട്ടനും ഇഷുവും റിക്കൂട്ടനും വന്നിട്ടുണ്ടായിന് കേട്ടോ.
അങ്ങനെ എല്ലാവരും വെറുതെ പുറത്തിരിക്കുവാണ്. അപ്പം റിക്കൂട്ടനാണെങ്കിൽ കുറച്ച് കടലുള്ളതെല്ലാവർക്കും വിതരണം ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് സമയം പുറത്തിങ്ങനെ ഇരുന്നതിന് ശേഷം അകത്തേക്ക് കയറി. നിലത്ത് നല്ല തണുപ്പായിരുന്നു. ഒരു ജലദോഷവും പനിയും ചുമയെല്ലാം മാത്രം. എനിക്ക് പിന്നെ എല്ലാം അടുത്തുകൂടെ പോയാൽ മതി. അതുകൊണ്ട് വേഗം അകത്തേക്ക് കയറി. രണ്ടാളും ഇഷുവും നമ്മളെ റിക്കുവെല്ലാം കൂടിയിട്ട് വണ്ടിയെല്ലാം ഓടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മാറ്റി റെഡി ആയിട്ടുണ്ട്. പൂരം കാണാൻ പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് പോകാൻ. ഇന്ന് പിന്നെ ഉത്സവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവാണ്. അപ്പോൾ റിക്കൂട്ടിന് ഞാൻ വേറെ ഡ്രസ്സൊന്നും കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ട് രാവിലെ ഇട്ട കുപ്പായം തന്നെ ഇട്ട് കൊടുത്ത്. അങ്ങനെ പിന്നെ വന്നിട്ടാകുമ്പം വൈകുന്നേരം അമ്മ കുളിപ്പിച്ചിട്ടുണ്ട് അതിനെ. പിന്നെ നിമിഷിച്ച് സാരിയെല്ലാം എടുത്ത് സുന്ദരിയായിട്ടുണ്ട്. ഇഷു ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അമ്മ വന്നിട്ടില്ല. അമ്മേനെ കുറേ വിളിച്ച്. പിന്നെ എന്താ ഇപ്പം നമുക്കായാലും ഒരു ഇതുണ്ടാവുമല്ലോ, മീൻസ് മനസ്സിനുള്ളത് നമ്മളതായിരിക്കുമല്ലോ മറ്റുള്ളവർക്ക് ഉണ്ടാവും. അപ്പം പിന്നെ നിർബന്ധിച്ചിട്ടൊന്നും പിന്നെ അമ്മ വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അധികം വിളിച്ചിട്ടുമില്ല. പിന്നെ അമ്മ പിന്നെ വലിച്ചേരിക്കാലെല്ലാം വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെയും വരുമായിരിക്കുന്നു. പക്ഷേ അമ്മക്ക് തീരെ ആവുന്നില്ല വരാൻ. അതുകൊണ്ട് പിന്നെ അമ്മ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ പോയിട്ട് ചോറ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പം വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. റിക്കൂട്ടിനെയും കൊണ്ട് ചോറ് കൊടുത്ത് പോയി. ഓന് തീരെ ഇതില്ല, എല്ലാം 2 വെണ്ടയ്ക്ക എങ്ങനെ തിന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുവാണ്. അത് മറ്റേത് നമ്മൾ ഇഷുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഏടിയാ വന്നെടുക്കോ, അങ്ങോട്ട് വീണോ നേർക്കിരി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുവാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഇൻസ്റ്റാ ചുഴലി എന്ന് പറഞ്ഞിട്ട് ചുഴലിയത്തൊരു പേജ് ഉണ്ട്, അതിൽ നോക്കിയാൽ മനസ്സിലാവും. നല്ല വീഡിയോസ് എല്ലാം ഉണ്ട് അതിൽ. അപ്പം ഇത് പിന്നെ നമ്മളെ ദേവു നിന്നൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. നമ്മളെ കഴിഞ്ഞ വലിച്ചിലെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിക്കൂട്ടനെല്ലാം എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നാടകം ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അതാണ് സുജി ചേച്ചി. അപ്പോൾ ഇതാ അവിടെ നാടകം നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയില്ല, മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ട് അതിന്. പിന്നെ ഇതാ നേരെ വീട്ടിലെത്തി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണും, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് നമ്മളെ വീഡിയോസ് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.